എന്തുകൊണ്ടാണ് ഈ സർക്കാരിനെ ജനവിരുദ്ധ സർക്കാർ എന്ന് പറയുന്നത്? നയങ്ങളും പരിപാടികളും ഒന്നും തന്നെ ജനജീവിതത്തെ മെച്ചപ്പെടുത്താനോ സൗകര്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ സാധിക്കുന്ന തരത്തിലായിരുന്നില്ല. വിലക്കയറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വീട്ടമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലോ പബ്ലിക് സർവീസ് കമ്മീഷനിലോ ഒക്കെ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന ആളുകൾ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ സഹോദരിമാർ, യുവതികൾ, അവരുടെ സമരം സർക്കാർ പൂർണ്ണമായിട്ടും അവഗണിക്കുകയും പൊളിറ്റിക്കലായിട്ട് CPM നിയമിക്കുന്ന PSC മെമ്പർമാർ, ഹൈക്കോടതി വക്കീലന്മാർ, ഇവരുടെ എല്ലാം ആനുകൂല്യങ്ങളും ശമ്പളവും പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആശാവർക്കർമാരെന്ന പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീര് കാണാൻ സർക്കാരിന് ഇപ്പോഴും മനസ്സില്ല എന്ന പ്രഖ്യാപിത നയവുമായിട്ട് അവർ മുന്നോട്ട് പോകും. സർക്കാരിനെതിരെയുള്ള ഒരു താക്കീതായിട്ട് ഈ വിധിയെഴുത്ത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലും വളരെ ഐക്യത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള അവസാന റൗണ്ട് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം ഉപകരിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരോടും ഈ രാഷ്ട്രീയ കാര്യങ്ങൾ, ഈ ജനജീവിതത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തിൽ പങ്കാളികളാകാൻ ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.